പ്രൈസ് ലോർഡ്. ഫാരോസ് ബൈബിൾ സ്കൂളിൻ്റെ മിഷൻ ദി ഹാർട്ട് ബീറ്റ് ഓഫ് ഗോഡ് എന്ന ഈ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെ ക്ലാസ്സുകൾ നമുക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം യേശു ക്രിസ്തു ദൈവിക ദൗത്യത്തിൻ്റെ പുതിയ നിയമ ഉദാഹരണം എന്നതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൗത്യം എന്നത് പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര വിഷയമാണ്. ദൈവം പണ്ട് പല രീതികളിൽ മനുഷ്യരോട് ഉള്ള തൻ്റെ ദൗത്യം പങ്കുവെച്ചതായിട്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ജഡാവതാരത്തിലൂടെ ദൈവിക ദൗത്യം ക്രിസ്തുവിലൂടെ മനുഷ്യരിലേക്ക് ഒഴുകുവാനായിട്ട് ഇടയായിത്തീർന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തൻ്റെ മഹാസ്നേഹത്താൽ ദൈവം യേശുക്രിസ്തുവിലൂടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു എന്നതാണ്. താഴെ പറയുന്ന വാക്യങ്ങൾ അത് വിശദമാക്കുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ദയയും ദൈവപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നത്: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം തൻ്റെ നിരപ്പിൻ്റെ ദൗത്യത്തിന് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മുൻകൈ എടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാം ശത്രുക്കളും ദൈവത്തിൽ നിന്ന് അകന്നവരും പാപത്തിൽ ജീവിക്കുന്നവരും ആയിരുന്നിട്ടും ദൈവം തൻ്റെ ദൗത്യത്തിന് മുൻകൈ എടുക്കുന്നു. അതുകൊണ്ട് ദൗത്യം മനുഷ്യൻ്റെ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൗത്യവുമായി ബന്ധപ്പെട്ട് 5 പ്രധാന കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തേത്, ദൈവിക ദൗത്യം ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദൗത്യം ദൈവത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ദൂത് പ്രസ്താവിക്കുകയും തൻ്റെ മരണത്തിലൂടെ രണ്ടാമതായി ഈ ദൗത്യം ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഒഴുകുകയും ദൈവരാജ്യത്തിൻ്റെ ദൂത് പ്രസ്താവിക്കുകയും തൻ്റെ മരണത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ പദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിലേക്ക് അത് ഒഴുകുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് സഭയെ ദൗത്യത്തിനായി ശക്തീകരിച്ചു എന്നതാണ്. നാലാമത്തെ വിഷയം, സഭ പരിശുദ്ധാത്മ ശക്തിയിലൂടെ ദൗത്യത്തിൻ്റെ വാഹകരായി തീർന്നു എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, സഭ ഈ ദൗത്യം ലോകത്തിലേക്ക് പകർന്നു നൽകുന്നു എന്നതാണ്. ഇനി നാം ചിന്തിക്കുന്നത് ദൈവിക ദൗത്യത്തിൻ്റെ പ്രായോഗികത എന്ന വിഷയമാണ്. ഞാൻ ആവർത്തിക്കാം: ദൈവിക ദൗത്യത്തിൻ്റെ പ്രായോഗികത. ദൈവിക ദൗത്യത്തിൻ്റെ 5 പ്രായോഗിക തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തേത്, ദൗത്യം ദൈവിക സ്വഭാവത്തിൽ നിന്നും
പുറപ്പെടുന്നതാകയാൽ സഭയ്ക്ക് അതിനെ അവഗണിക്കുവാൻ കഴിയുകയില്ല എന്നതാണ്. നോക്കുക, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച വിഷയമാണത്. ദൗത്യം എന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും പുറപ്പെടുന്നതാണ്. ദൗത്യത്തിൻ്റെ മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന, നിരപ്പിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തേത്, ദൗത്യം ദൈവത്തിൻ്റേതാകയാൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം തന്നെ വ്യക്തികളെ തയ്യാറാക്കുന്നു. ദൈവത്തിൻ്റെ ദൂതുവാഹികൾ സംസാരിക്കുവാൻ ഭയപ്പെട്ടാൽ ദൈവം തന്നെ അവരുടെ വായായിട്ട്, അവരുടെ വക്താവായിട്ട് മാറുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ അയോഗ്യരെന്ന് അവർക്ക് തോന്നിയാൽ കർത്താവ് അവരെ ആശയവിനിമയത്തിന് കഴിവുറ്റവരാക്കി മാറ്റുവാനിടയാകും. മാത്രവുമല്ല, ലോകത്തിൻ്റെ പ്രതികരണത്തെപ്പറ്റി അവർ ഭയചകിതരായ വ്യക്തികളെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ കരുത്തുള്ള ദൈവശക്തിയെക്കുറിച്ച് അയക്കപ്പെടുന്ന ദൗത്യ നിർവാഹകർ ഓർക്കേണ്ടതുണ്ട്. അടുത്ത ചിന്ത, മൂന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ തങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ ക്രിസ്തീയ മിഷണറിമാരെ ദൈവിക ദൗത്യം പ്രാപ്തരാക്കുന്നു എന്നതാണ്. ദൈവ മക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ദൈവിക ദൗത്യത്തെ തങ്ങളുടെ മഹത്വത്തിനായിട്ടല്ല, ദൈവിക മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം എന്നതും ഇവിടെ പ്രസക്തമായ ഒരു ചിന്തയാണ്. ക്രിസ്ത്യൻ മിഷണറി സ്വാർത്ഥ ലാഭത്തിനായി പ്രസംഗിക്കാതെ തന്നെ അയക്കുന്ന ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരിൽ കേന്ദ്രീകൃതമായ ദൈവാധിഷ്ഠിതമായ കാഴ്ചപ്പാട് ദൈവം നമ്മുടെ സ്വയത്തേക്കാൾ വലുതാണ് എന്ന തിരിച്ചറിവ് ക്രിസ്തീയ മിഷണറിമാർക്ക് നൽകുവാൻ ഇടയായിത്തീരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൗത്യം ദൈവിക കാര്യപരിപാടിയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ദൗത്യം മനുഷ്യൻ്റെ കാര്യപരിപാടിയല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിലുദിച്ച ഒരു കാര്യമല്ല, മറിച്ച് ദൗത്യം ദൈവിക കാര്യപരിപാടിയാണ്. നമ്മുടെ കോഴ്സിൻ്റെ ടൈറ്റിലിൽ പറയുന്നത് പോലെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹാർട്ട് ബീറ്റാണ്, ഹൃദയ സ്പന്ദനമാണ്. അപ്പോൾ ലോകത്തിന് ജീവജലത്തെ പകർന്നു നൽകുന്ന ദൗത്യത്തിൻ്റെ ഉറവയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദൗത്യം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഉറവ എന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് നാലാമത്തെ ചിന്ത, ദൈവിക ദൗത്യം ത്യാഗം ആവശ്യപ്പെടുന്നു എന്നതാണ്. ദൗത്യം എന്നത് നമുക്ക് ജീവിക്കുവാനും മരിക്കുവാനും മൂല്യമുള്ള ഒന്നാണ്. വിശദീകരിച്ച് പറഞ്ഞാൽ, ദൗത്യത്തിനായി ജീവിക്കത്തക്ക വിധത്തിൽ ദൗത്യം മൂല്യമുള്ള ഒന്നാണ്. മാത്രമല്ല, ഒരു ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവർ എന്ന നിലയിൽ ആ ദൗത്യത്തിനു വേണ്ടി മരിക്കത്തക്ക വിധം നാം അയക്കപ്പെടുന്ന ദൗത്യം വളരെ മൂല്യമുള്ളതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അനേക മിഷണറിമാർ ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വന്ന് തങ്ങളുടെ ജീവൻ അവരുടെ ദൗത്യത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്കറിയാം, ഭാരതത്തിൽ അനേകം മിഷണറിമാർ കർത്താവ് ഏൽപ്പിച്ച ദൗത്യവുമായി കടന്നു വരുവാനിടയായി. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വന്ന ആദ്യ മിഷണറി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യനായ സെയിൻറ്റ് തോമസ് ആണ്. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ അമ്പേറ്റവനായിട്ട്
താന് കൊല്ലപ്പെടുവാനിടയായി. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനായി തൻ്റെ ജീവൻ ത്യജിക്കുവാൻ തയ്യാറായ ക്രിസ്തു ശിഷ്യൻ. കർത്താവിൻ്റെ മിഷണറിമാരായ വില്യം കേറി, അദ്ദേഹം ഈ ദൗത്യത്തിനു വേണ്ടി ഭാരതത്തിൽ ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ്. 21 അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷി എന്ന് പറയുന്നത് ഗ്രഹാം സ്റ്റെയിൻസ് ആണ്. ഒറീസയിൽ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്തിരുന്ന ഭക്തനായ മനുഷ്യനും തൻ്റെ 2 ആൺമക്കളും ഏത് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഭൂമിയിൽ ഈ ഭാരതത്തിൽ വന്നോ ആ സുവിശേഷത്തിൻ്റെ ദൗത്യത്തിനായി സുവിശേഷ വിരോധികളാൽ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ജീവത്യാഗം? ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കറിയാം, ആൻഡമാൻസിൽ ഒരു വിദേശ മിഷണറി, ഒരിക്കലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത, ഇന്നുവരെ ആരും സുവിശേഷവുമായി കടന്നു ചെന്നിട്ടില്ലാത്ത ആൻഡമാൻ കാടുകളിലെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഇതുവരെയും ആരും റീച്ച് ചെയ്തിട്ടില്ലാത്ത ആ ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി എത്തിയ യുവ മിഷണറി ഈ അടുത്ത കാലത്താണ് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. നാം അറിഞ്ഞും അറിയാതെയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മിഷണറിമാർ രക്തസാക്ഷികളായി മാറുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം മിഷണറിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവൻ ദൗത്യത്തിനായി അർപ്പിച്ചത്? അവരെ ഏൽപ്പിച്ച ദൗത്യം അവരുടെ ജീവനേക്കാൾ വലുതാണ്, വിലയേറിയതാണെന്ന ബോധ്യമാണ് ആ മിഷണറിമാരെ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ പ്രാപ്തരാക്കിയത്, സന്നദ്ധരാക്കിയത് എന്ന കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൗത്യത്തിനായി വിളിയുള്ള എൻ്റെ പ്രിയ സ്നേഹിതർ, എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കേവലം ഒരു ജോലി എന്നതിനപ്പുറം ഒരു നിയോഗമായി ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ നമ്മെ ഫലമേൽപ്പിക്കുന്ന ദൗത്യത്തിനു വേണ്ടി നമ്മുടെ രക്തമൂറ്റേണ്ടി വന്നാലും അതിന് മനസ്സുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 5-ാമത്തെ കാര്യം, ദൗത്യം ദൈവത്തിൻ്റെതാകയാൽ അത് നിലനിൽക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൗത്യവാഹകർ ചിലർ പരാജയപ്പെടുകയും ദൗത്യത്തിൻ്റെ ദൂത് കേൾക്കുന്ന ആളുകൾ ചിലർ അത് നിരാകരിക്കുകയും ചെയ്താലും ദൈവം മോശയെപ്പോലെ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുകയും ദൗത്യം തുടരുകയും ചെയ്യുമെന്നുള്ളതിന് 2 പക്ഷമില്ല. ലോകമെമ്പാടും മിഷണറിമാരെ കൊന്നൊടുക്കിക്കൊണ്ട് ക്രൈസ്തവ ദൗത്യത്തെ തച്ചു തകർക്കുവാൻ പിശാച് വ്യക്തികളെ കരങ്ങളിലെടുത്ത് വിവിധ നിലകളിൽ പ്രവർത്തിച്ചുവെങ്കിലും കാൽവറി മുതൽ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ക്രൂശിൽ മരണം മുതൽ ഇന്നുവരെയും ആ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൗത്യവാഹകരായ ചിലരുടെ മരണം കൊണ്ട് പ്രേക്ഷിത ദൗത്യത്തെ തകർക്കുവാൻ പിശാചിനോ മനുഷ്യർക്കോ കഴിയുകയില്ല എന്ന സത്യമാണ് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത്. സ്തേഫാനോസ് മുതൽ പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മിഷണറിമാര് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തതുകൊണ്ടാണ് ക്രിസ്തീയ സഭ ഇന്നും വളരുന്നത്. അതുകൊണ്ട് ആണ് ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, മിഷണറിമാരുടെ രക്തം ദൈവ സഭയുടെ വളമാണ്. എവിടെ മിഷണറിമാരുടെ രക്തം ചൊരിയപ്പെടുന്നു അവിടെ സഭ വളരുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ദൗത്യം മനുഷ്യൻ്റേതല്ല,
ദൗത്യം ദൈവത്തിൻ്റേതാണ്. ദൗത്യം ദൈവത്തിൻ്റേതാകയാൽ അത് നിലനിൽക്കുകയും വിജയിക്കുകയും ചെയ്യും എന്നത് ചരിത്രം നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു വസ്തുതയാണ്. ഇനി ദൗത്യത്തിൻ്റെ ഒരു നിർവചനം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ദൗത്യം എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപികളായ മനുഷ്യവർഗത്തെ തന്നോട് നിരപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ വേരൂന്നിയതാണ് ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം ദൗത്യവും ദൗത്യങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ദൈവിക ദൗത്യത്തെ പൂർത്തീകരിക്കുവാനുള്ള സമർപ്പിതരായ വ്യക്തികളുടെ പദ്ധതികളാണ് ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവിക ദൗത്യത്തിൻ്റെ പ്രായോഗികവൽക്കരണമാണ് ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. നാം ഓർക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ദൗത്യമില്ലാതെ ദൗത്യങ്ങളില്ല. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൗത്യമില്ലാത്ത ദൗത്യങ്ങൾ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ദൗത്യമില്ലാത്ത ദൗത്യങ്ങൾ ആത്മാവില്ലാത്ത ശരീരങ്ങൾ പോലെയാണ്. അടുത്തതായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തു ദൗത്യത്തിൻ്റെ ദൂത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ചിന്തകൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ ഒരു വിഷയം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതിപ്രകാരമാണ് ദൈവരാജ്യത്തിൻ്റെ വിളംബരം എന്നതാണത്. കർത്താവിൻ്റെ ശുശ്രൂഷ പരസ്പര ബന്ധിതമായ രണ്ട് ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തേത്, കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ദൂത് വിളംബരം ചെയ്തു എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കിക്കൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, സമാനമായ ദൂതാണ് കർത്താവും പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്തമായ രൂപം നമുക്ക് കാണുവാൻ കഴിയും. എന്നാണ് കർത്താവ് പറഞ്ഞത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഏത് കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ഒരു വിളംബരമാണിത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർത്താവിൻ്റെ ജഡാവതാരം കാലഘട്ടങ്ങളുടെ നീർത്തടവും ചരിത്രത്തിൻ്റെ വഴിത്തിരിവും തൻ്റെ മശിഹയിലൂടെയുള്ള ദൈവിക ഭരണത്തിൻ്റെ ശക്തിയേറിയ രംഗപ്രവേശവുമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു ദൈവരാജ്യം എന്നത്. ഇവിടെ കിങ്ഡം എന്നതിന് ഭരണം, ദൈവത്തിൻ്റെ പരമാധികാരം എന്നൊക്കെയാണ് അർത്ഥമായിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം മഹത്വവും തേജസ്സുമുള്ള ഒന്നാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം സമീപിച്ചിരിക്കുന്നു എന്നും നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം സമീപിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 145-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവരാജ്യത്തെ ശക്തിയുള്ള പ്രവൃത്തി, അധികാരം എന്നിവയോട് തുലനം ചെയ്യുന്നതായിട്ട്
നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവകാശം സൃഷ്ടിപ്പിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. സങ്കീർത്തനത്തിലെ ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നതും ദൈവം സൃഷ്ടിതാവ് എന്ന നിലയിൽ ലോകത്തെ ഭരിക്കുന്നു എന്ന അതിപ്രധാനമായ ദൂതാണ്. ദൈവം സൃഷ്ടിതാവ് എന്ന നിലയിൽ സകല സൃഷ്ടിയുടെയും ഭരണകർത്താവായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ സാത്താൻ ദൈവിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം ഞാൻ നേരത്തെ വിശദീകരിച്ചതായതുകൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല, എങ്കിലും 1-2 ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാം. നമുക്കറിയാം, ഏദനിൽ ആദം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദം ഹവ്വമാരെ പിശാച് പരീക്ഷിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തങ്ങളുടെ രക്ഷയുടെ പാറയായ ദൈവത്തിൽ നിന്നും തുടർമാനമായി അവർ അകന്നു മാറി അവർ ദൈവത്തെ കോപിപ്പിക്കുന്നവരായി എന്നും നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തത്, രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട ചിന്ത, തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും കൂടെ യേശു ദൈവരാജ്യത്തെ വിളംബരം ചെയ്തു എന്നതാണ്. സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ച ഓരോ ഉപമകളും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിതയ്ക്കുന്നവൻ്റെ ഉപമ, ഒരു പറ മാവിനകത്ത് ചേർത്ത അല്പം പുളിമാവ്, വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി, ഇവയെല്ലാം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്ന ഉപമകളാണ്. കാണാതെ പോയ ആട്, കാണാതെ പോയ ദ്രഹ്മ, നഷ്ടപ്പെട്ടിട്ട് മടങ്ങി വന്ന ധൂർത്തപുത്രൻ, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെയും ദൈവത്തിൻ്റെയും സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഉപമകളാണ്. ഒരു വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് സ്വന്തമാക്കിയ വിലയേറിയ മുത്തുപോലെയാണ് ദൈവരാജ്യമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഗിരിപ്രഭാഷണം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ 3 അപേക്ഷകൾ, അവയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്നിത്യാദിയുള്ള ആ പ്രാർത്ഥന, അതിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തെ നമുക്ക് ചുരുക്കമായി കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ജഡാവതാരത്തിൽ ദൈവരാജ്യത്തിൻ്റെ ചിന്ത പ്രത്യേക അർത്ഥം കൈവരിക്കുവാനിടയായ സംഭവമായി നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിലൂടെ പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിച്ച് ലോകത്തിൽ കർത്താവിൻ്റെ ഭരണം സ്ഥാപിക്കുവാൻ ദൈവം പ്രവർത്തിക്കുവാനിടയായി എന്ന് നാം ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ദൂത് ദൈവരാജ്യ പ്രഖ്യാപനത്തിൻ്റെ
വിഷയമായി മാറുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തു ദൗത്യത്തിൻ്റെ ദൂതാണ്. നാം ദൗത്യവുമായി കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കേൾവിക്കാരോട് അറിയിക്കുവാനുള്ള ദൂത് എന്നത് യേശു ക്രിസ്തുവാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചിന്ത എന്നത് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ വിളംബരമാണ്. ആകയാൽ കർത്താവിൻ്റെ സാക്ഷികളായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ ജീവൻ ബലിയായി അർപ്പിക്കേണ്ടി വന്നാലും അതിന് തയ്യാറുള്ളവരായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഓർക്കുക, ദൗത്യം ദൈവത്തിൻ്റെ ഹൃദയ സ്പന്ദനമാണ്. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.